ദൈവ തിരുനാമം മെച്ചപ്പെടുമാറാകട്ടെ. ഞാൻ നിങ്ങളുടെ ഡാലിയ കൊച്ചമ്മ. മർത്തമറിയം വനിതാ സമാജം 2025 കേന്ദ്ര പരീക്ഷയ്ക്ക് നമുക്ക് ക്രമീകരിച്ച് കിട്ടിയിരിക്കുന്ന The Redeeming Christ Through the Books of Ruth and Esther, വീണ്ടെടുക്കുന്ന ക്രിസ്തു രൂത്ത് എസ്തേർ പുസ്തകങ്ങളിലൂടെ എന്ന പുസ്തകത്തിന്റെ 8ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്. ഏതായിരുന്നു? ഹാമാൻ സ്കീം, ദി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഈവിൾ ആൻഡ് ഡിവൈൻ വിൽ. ഹാമാന്റെ ഉപായം, ദുഷ്ടതയുടെയും ദൈവഹിതത്തിന്റെയും പോരാട്ടം എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 8ാമത്തെ ചാപ്റ്റർ നമ്മൾ എസ്തേറിന്റെ പുസ്തകം 3ാമത്തെ അധ്യായം ആസ്പദമാക്കിയാണ് പഠിച്ചത് അല്ലെ. അപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം നമ്മൾ ആദ്യ ഭാഗത്ത് മനസ്സിലാക്കി. എന്തൊക്കെയായിരുന്നു? 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഹാമാൻസ് പ്രൊമോഷൻ ആൻഡ് മൊർദെഖായി's refusal to bow. അതായത് എസ്തേർ രാജ്ഞിയായതിനു ശേഷം 5 വർഷങ്ങൾക്കപ്പുറം നടക്കുന്നത്, അതായത് അഹശ്വേരോഷ് രാജാവിന്റെ 12ാമത്തെ വർഷക്കാലമാണ്. ആ സമയത്താണ് ഹാമാൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് ഉയർച്ച നൽകുന്നു. എന്നാൽ മൊർദെഖായി അദ്ദേഹത്തെ വണങ്ങുവാൻ വേണ്ടിയിട്ട് വിസമ്മതിക്കുന്നു. ഇതാണ് ആ ഒരു പുസ്തകത്തിന്റെ തുടക്കത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിട്ടുള്ള സംഭവം. അതിനുശേഷം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹാമാൻസ് ആങ്കർ ആൻഡ് പ്ലോട്ട് അഗെയിൻസ്റ്റ് ജൂസ്. ഹാമാന്റെ കോപവും യഹൂദരെ മുഴുവൻ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഹാമാൻ എടുക്കുന്ന തീരുമാനവുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പ്രധാനമായിട്ട് അവിടെ 3 സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, ഹാമാന്റെ ദേഷ്യത്തിൽ മൊർദെഖായിയെ മാത്രമല്ല, മൊർദെഖായി ആയിരിക്കുന്ന യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയിട്ട് ഹാമാൻ തീരുമാനിക്കുന്നു. അതിനുശേഷം ചീട്ടിട്ടുകൊണ്ട്, പൂര് എന്നുള്ള ആ വാക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പൂര് എന്ന അർത്ഥം, അതായത് അർത്ഥം ചീട്ടിടുക, നറുക്കിടുക, ലോട്ട് ഡൈസ് എന്നൊക്കെയാണ്. അങ്ങനെ ചീട്ടിട്ടുകൊണ്ട് 12ാം മാസം 13ാം തീയതി യഹൂദന്മാരെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയിട്ട് ഹാമാൻ തീരുമാനിക്കുന്നു. ഏത് മാസമാണ്? ആദാർ മാസമാണ്. The 12th month and 13th day of 12th month. അന്ന് സകല യഹൂദരെ നശിപ്പിച്ചു കളയുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അതുപോലെ മൂന്നാമതായിട്ട് എന്താണ്? രാജാവിന്റെ അടുത്ത് ചെന്ന് പ്രവർത്തിച്ചുകൊണ്ട് രാജാവിന്റെ സമ്മതം നേടുവാൻ വേണ്ടിയിട്ട് 10,000 താലന്ത് വെള്ളി രാജാവിന് വാഗ്ദാനം ചെയ്യുന്നു. ഇങ്ങനെ 3 സംഭവങ്ങൾ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം from 10 to 15, 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഈ ഒരു ആശയത്തെ അംഗീകരിക്കുകയും രാജമുദ്ര പതിച്ചതായിട്ടുള്ള മോതിരം കൊടുത്തു വിടുകയും ഇത് രാജാവ് അനുമതിയായിട്ട് നൽകി ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും അവരവരുടെ ഭാഷയിൽ അവരവരുടെ ജാതികൾക്കായിട്ട് ഇങ്ങനെ ഒരു കൽപ്പന, രാജാവിന്റെ ഉത്തരവ് ഹാമാൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവസാനിക്കുന്നത്. അവസാനത്തെ വാക്യം വളരെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു വാക്യമാണ്. ഈ ഒരു ഉത്തരവ് അവിടെ പ്രസിദ്ധീകരിച്ചപ്പോൾ ശൂഷൻ നഗരം കലങ്ങിപ്പോയി. അതായത് രാജാവും ഹാമാനും കുടിക്കുവാൻ വേണ്ടിയിട്ട് ഇരുന്നു, എന്നാലോ ശൂഷൻ നഗരം കലങ്ങിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. അതായത് യഹൂദർക്കെതിരെ ഉണ്ടാകുന്ന വലിയ ഒരു പ്രതിസന്ധി, ഇന്ന ദിവസം തങ്ങളെല്ലാം മരണപ്പെട്ടു പോകും എന്ന് ദൈവജനം അറിയുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ് നമുക്ക് ഈ ഒരു അധ്യായത്തിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതിനുശേഷം 2ാമത്തെ ഭാഗം നമ്മൾ പറഞ്ഞത് ഈ ഒരു അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള പ്രധാന പാഠങ്ങൾ, കീ ലെസൺസ് എന്തൊക്കെയാണ്? ഒന്ന്, അഹങ്കാരത്തിന്റെ അപകടങ്ങൾ, ദി ഡേഞ്ചേഴ്സ് ഓഫ് പ്രൈഡ്. നമ്മൾ ഹാമാന്റെ അഹങ്കാരത്തെ പറ്റിയും അത് കാരണം കൊണ്ട് ഹാമാൻ എന്ത് സംഭവിച്ചു എന്ന് പറയും. അതിനുശേഷം ഹാമാൻ ഡിവൈസസ് ഓൾ ഈവിൽ സ്ട്രാറ്റജീസ് ടു ഗെയിൻ റോയൽ ഫേവർ. രാജപ്രീതിക്കായിട്ട് ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഹാമാൻ ദൈവത്തെ പറ്റി മറന്നുപോയതും അങ്ങനെ ഹാമാന് വലിയ കഴിമരത്തിലേക്ക്, ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരുന്ന ഹാമാന് വലിയൊരു കഴിമരത്തിൽ അവസാനിക്കേണ്ടതായിട്ട് വന്ന കാര്യം പറഞ്ഞു. അതിനുശേഷം the widespread disturbance in the city of Susa ultimately leads to the redemption of Jews. ശൂഷൻ പട്ടണത്തിൽ ഉണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമായി മാറുന്നു. അതായത് യഹൂദർ എന്ത് ചെയ്തു? അവര് സ്വന്തം ബുദ്ധിയിൽ ഒന്നും ആശ്രയിച്ചില്ല, ദൈവത്തെ ആശ്രയിച്ച് അവര് നെട്ടുകൊടുത്ത് വെണ്ണീറിൽ കിടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അവർ അനുതാപത്തോട് അങ്ങനെ വലിയ ഒരു ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ സംഭവങ്ങളെല്ലാം തിരിച്ച് അവർക്ക് നന്മയ്ക്കായിട്ട് മാറുകയാണ് എന്ന് അവിടെ പറഞ്ഞത്. ഇത്രയുമായിരുന്നു 3ാമത്തെ അധ്യായം, അതായത് ടെക്സ്റ്റ് ബുക്കിലെ നമ്മൾ 8th ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ. അവിടെ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്ന്, വാട്ട് ഇസ് പ്രസന്റഡ് ഇൻ ചാപ്റ്റർ 3 ഓഫ് എസ്തേർ? എസ്തേറിന്റെ 3ാം അധ്യായത്തിൽ എന്താണ് പരിചയപ്പെടുത്തുന്നത്?
എസ്തേർ 3-ാം അധ്യായം. ആഗാഗ്യനായ ഹാമാൻ, അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ആഗാഗ്യൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അമാലേഖ്യനായ ആഗാഗ് രാജാവിന്റെ പരമ്പരയിൽപ്പെട്ട ആളാണ് ഹാമാൻ. അപ്പം ആഗാഗ്യൻ എന്നുള്ളത് ആഗാഗ് രാജാവിന്റെ പരമ്പരയിൽ എന്നുള്ള ഉദ്ദേശത്തിലാണ്. Where is he from? He was an Amalekite. അമാലേഖ്യനായ ആഗാഗ്യനായ ഹാമാൻ എന്ന് വേണമെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം കേട്ടോ. അപ്പം എസ്തേർ 3-ാം അധ്യായം ആഗാഗ്യനായ ഹാമാൻ എന്ന ഉന്നതാധികാരിയുടെ നിരൂപണങ്ങളും അവന്റെ ദുരുപായങ്ങളും പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും എന്താണ്? യഹൂദനായ മൊർദെഖായി അവനെ ആദരിക്കുവാൻ വിസമ്മതിക്കുമ്പോൾ ഹാമാൻ കോപാകുലനാകുകയും അങ്ങനെ യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുവാൻ തീരുമാനിക്കുന്നതിലൂടെയാണ് നമുക്ക് ത്തിൽ കാണാൻ സാധിക്കുന്നത് എന്ന് ചേർത്ത് നമുക്ക് അവിടെ എഴുതാൻ സാധിക്കണം. എന്താണ് ഇത്? ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ ഒരു വ്യത്യാസത്തിലാണ് എഴുതിയിരിക്കുന്നത്. ചാപ്റ്റേഴ്സ് 3 to 9 ഓഫ് എസ്തേർ, ശരിയാണ്, 3 തൊട്ട് 9 വരെയുള്ള അധ്യായങ്ങളിൽ തന്നെയാണ്. അതായത് ചാപ്റ്റർ 3 ഓഫ് എസ്തേർ എന്ന് മനസ്സിലാക്കാം. പ്രസന്റ് ദ തോട്ട്സ് ആൻഡ് ദ ഈവിൽ സ്കീംസ് ഓഫ് ഹാമാൻ ദി Agagite, a high-ranking official in the king's court. When the Jew Mordecai refuses to honor him, Haman becomes enraged and he decided to annihilate all the Jews in the empire. അപ്പം ഇത്രയും കാര്യങ്ങളാണ് 3-ാം അധ്യായം നമ്മളെ പരിചയപ്പെടുത്തുന്നത്. വാട്ട് മെയ്ഡ് ഹാമാൻ furious? എന്താണ് ഹാമാനെ കോപാകുലനാക്കുന്നത്? അവിടെ നമുക്ക് ഒരു മലയാള ടെക്സ്റ്റ് ബുക്കിൽ ഒരു 3rd പാരഗ്രാഫിൽ കാണാൻ സാധിക്കും. ഹാമാന് കയറ്റവും ഉന്നത സ്ഥാനവും കൊടുത്ത് അവന്റെ ഇരിപ്പിടം തന്നോടുകൂടി ഇരിക്കുന്ന സകലർക്കും മേലാക്കിച്ചു. രാജകൽപ്പന പ്രകാരം സകലരും അവനെ കൂപ്പിട്ടു. എന്നാൽ മൊർദെഖായി അവനെ വണങ്ങാതിരിക്കുകയും അത് ഹാമാനെ കോപിപ്പിക്കുകയും ചെയ്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാമാൻ വാസ് ഗ്രാന്റഡ് great authority and a high position placed above all the officials who served him. As per royal command, everyone bowed before him. However, Mordecai refused to bow, which made Haman furious. എന്നുള്ളതാണ് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹാമാന് വലിയൊരു സ്ഥാനം രാജാവ് നൽകുന്നു, എല്ലാവരും അവനെ ആദരിക്കണം എന്ന കൽപ്പന നൽകുന്നു. അങ്ങനെ അവന്റെ സ്ഥാനത്തിന് എല്ലാവരും അവനെ ആദരിക്കുന്നു. എന്നാൽ മൊർദെഖായി എന്ന യഹൂദൻ മാത്രം ആദരിക്കുന്നില്ല. ഇതാണ് ഹാമാനെ കോപിപ്പിച്ചത്. വളരെ ബേസിക് ആയിട്ട് അത്രയും മനസ്സിലാക്കാം. ഇനി why did Mordecai refused to honor Haman? ഹാമാനെ ആദരിക്കുവാൻ മൊർദെഖായി വിസമ്മതിച്ചത് എന്തുകൊണ്ട്? നമ്മൾ 2 കാര്യങ്ങളാണ് ക്ലാസ് ആയിട്ട് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഹാമാൻ ഒരു അമാലേഖ്യനായ ആഗാഗ്യനായിരുന്നു. ഈ അമാലേഖ്യര് ഇസ്രായേലുമായിട്ട് ശത്രുതയുള്ളവരായിരുന്നു. അതിനാലാണ് അവർ ഇസ്രായേലിനോട് യുദ്ധത്തിൽ തോറ്റവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇസ്രായേലിന്റെ ശത്രുക്കളായതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മൊർദെഖായി അവനെ ആദരിക്കുവാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചത്. എന്നാൽ അതിനെക്കാട്ടിലും പ്രധാനമായിട്ട് മൊർദെഖായിയുടെ യഹൂദ പൈതൃകവും ദൈവത്തോടുള്ള വിശ്വസ്തതയും കാരണമാണ് ഹാമാനോട് ഇപ്രകാരം പെരുമാറുവാനുള്ള കാരണം മനസ്സിലാക്കാം. Mordecai's behavior was rooted in his Jewish heritage and his faithfulness to God. അപ്പം അതുകൊണ്ടാണ് ഹാമാനെ ആദരിക്കുവാൻ മൊർദെഖായി വിസമ്മതിച്ചത് എന്ന് പറയാം. What was Haman's plan for revenge against Mordecai? മൊർദെഖായിക്കെതിരെ പ്രതികാരം ചെയ്യുവാനുള്ള പദ്ധതി എന്തായിരുന്നു? എന്താണ്? മൊർദെഖായിയോടുള്ള പ്രതികാരമായി ഹാമാൻ ഒരു ജാതി ഹത്യാ സംവിധാനം തീരുമാനിക്കുന്നു. പാർസി രാജ്യത്തിലെ എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കുവാൻ ഒരു ദിവസം നിശ്ചയിക്കുന്നു. ഇതായിരുന്നു മൊർദെഖായിയോടുള്ള പ്രതികാരത്തിന് വേണ്ടിയുള്ള ഹാമാന്റെ പദ്ധതി എന്ന് പറയുന്നത്. എന്താണ്? As an act of revenge against Mordecai, Haman devises a plan for genocide. He sets a date to annihilate all the Jews in the Persian Empire. ആണ് അതിന്റെ ഉത്തരം. ഇനി what was Haman's promise to king? ഹാമാൻ രാജാവിന് നൽകിയ വാഗ്ദാനം എന്തായിരുന്നു? രാജഭണ്ഡാരത്തിലേക്ക് 10,000 താലന്ത് വെള്ളി കൊടുത്തയക്കാം എന്നതായിരുന്നു ഹാമാന്റെ വാഗ്ദാനം. അതിനകത്തില് 1 താലന്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 34 കിലോഗ്രാം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ 14,000 താലന്ത് എന്നത് പേർഷ്യ രാജ്യത്തിന്റെ വാർഷിക വരുമാനത്തിന്റെ മുന്നിൽ 2/3 വരും എന്നുള്ള അത്രമാത്രം ഒരു വലിയ ഒരു സംഖ്യയാണ് രാജാവിനെ കൊടുത്തയക്കാം എന്ന് ഹാമാൻ അവിടെ വാഗ്ദാനം ചെയ്യുന്നത്. Haman promised to deposit
10,000 talents of silver into the royal treasury. അതായത് 1 talent is equivalent to 34 kilograms. അപ്പം 340 metric tons of silver എന്നുള്ളത് it is about equal about 2/3 of the annual revenue of the Persian Empire എന്നുള്ളതാണ്. അപ്പം ഇതായിരുന്നു ഹാമാന്റെ രാജാവിനോടുള്ള വാഗ്ദാനം. ഇനി 10,000 talents equal to എത്ര കിലോഗ്രാം ആണ് അങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, പഠിച്ചു വെച്ചോ. 34 kilogram എന്നുള്ളതാണ്. ഇനി how did Haman decide a date to annihilate all Jews from empire? സാമ്രാജ്യത്തിൽ നിന്ന് എല്ലാ യഹൂദന്മാരെയും ഉന്മൂലനം ചെയ്യുവാൻ ഹാമാൻ എങ്ങനെയാണ് ഒരു തീയതി തീരുമാനിച്ചത്? എങ്ങനെയാണ്? പാർസി രീതി പ്രകാരം പൂര് എന്ന ചീട്ടിട്ട് നോക്കിയാണ് സമയം നിശ്ചയിച്ചത്. എങ്ങനെയാണ്? According to the Persian custom, Haman used wood, lots of dice to determine the date for carrying out the massacre. ഇനിയും പൂര് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു. എന്താണ്? ചീട്ട്, നറുക്ക്, ലോട്ട്, ഡൈസ് എന്നൊക്കെയാണ് കേട്ടോ. ഇനിയും the word wood was originated from dash language. ഏത് ഭാഷയിൽ നിന്നാണ് പൂര് എന്ന വാക്ക് വരുന്നത്? അക്കേഡിയൻ ഭാഷയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു. അവിടെ നിന്ന് പിന്നെ പേർഷ്യൻ ഭാഷയിലേക്കും എബ്രായ ഭാഷയിലേക്കും ഒക്കെ വന്നിട്ടുള്ള ഒരു വാക്കാണ് പൂര് എന്ന് പറയുന്നത്. ഇനിയും which date was selected by Lot to remove all the Jews from Persian Empire? പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് എല്ലാ യഹൂദന്മാരെയും നീക്കുവാൻ നറുക്കെടുപ്പിലൂടെ ഏത് തീയതിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ്? 1-ാം മാസം മുതൽ 12-ാം മാസം വരെ ചീട്ടിട്ട് നോക്കിയിട്ട് 12-ാം മാസം 13-ാം തീയതി സകല യഹൂദരെയും വധിക്കുവാൻ വേണ്ടിയിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു എന്നാണ് പറയുന്നത്. അതായത് 12th the decree was then issued to kill all the Jews on the 13th day of the 12th month. അത് പ്രത്യേകം പേര് ഓർത്തിരിക്കണമെങ്കിൽ ആധാർ മാസമാണ് കേട്ടോ. 12-ാമത്തെ മാസമാണ് ആധാർ മാസം. 12-ാമത്തെ മാസം 13-ാം തീയതിയാണ് ഒരു തീരുമാനം ഉണ്ടായത്. അല്ലെങ്കിൽ ആ ദിവസമാണ് യഹൂദന്മാരെ മുഴുവൻ നശിപ്പിച്ചു കളയണം എന്ന് നടക്കിലൂടെ തീരുമാനിച്ചത്. ഇനി the historian Dash noted that practice of casting lots was common custom in the Persians. പേർഷ്യക്കാർക്കിടയിൽ ഉചിത സമയം ചീട്ടിടൽ ഒരു സാധാരണ ആചാരമായിരുന്നു ചരിത്രകാരൻ ഡാഷ് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ്? ഹെറോഡോട്ടസ്. ഹിസ്റ്റോറിയൻ ഹെറോഡോട്ടസ് എന്നുള്ള പേര് അവിടെ പഠിക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ അറിയാവുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉറപ്പാണല്ലോ അല്ലെ? അടുത്ത സെറ്റിലേക്ക് കിടക്കാം. The name Purim means, പുരിം എന്ന പേരിന്റെ അർത്ഥം, പുരിം എന്ന് പറയുന്ന യഹൂദ പെരുന്നാളാണ്. ഇറ്റ്സ് എ ജൂയിഷ് ഫെസ്റ്റിവൽ. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലൂറൽ ഓഫ് പൂർ, അതായത് പൂര് എന്നുള്ള വാക്കിന്റെ ഒരു ബഹുവചനമാണ് പുരിം എന്ന് പറയുന്നത്. അതാണ് പൂര് എന്നുള്ള വാക്കിന്റെ അർത്ഥം ലോട്ട് അല്ലെങ്കിൽ ഡൈസ്, നറുക്ക്, ചീട്ട്. അപ്പൊ പുരിം എന്നുള്ളത് നറുക്കുകൾ, ചീട്ടുകൾ എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. ഒരു ബഹുവചനമായിട്ടാണ് അത്. ഇനി the royal decree led to a great confusion in Susa. Why? രാജകൽപ്പന ശൂഷനിൽ വലിയ കലക്കത്തിന് കാരണമായി. എന്തുകൊണ്ടാണ്? യഹൂദരെ ബാബിലോൺ രാജ്യത്ത് നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യുന്നതിന്, അതായത് വംശഹത്യ വ്യക്തമായി ആസൂത്രണം ചെയ്യപ്പെട്ട പദ്ധതിയായിരുന്നു ആ രാജകൽപ്പനയിലൂടെ ജനങ്ങളിലേക്ക് വെളിപ്പെട്ട് വന്നത് അല്ലെങ്കിൽ അനാവരണം ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അന്ന് രാജകൽപ്പന വന്നപ്പോൾ ശൂഷനിൽ വലിയ കലക്കം ഉണ്ടായത്? എന്തുകൊണ്ടാണ്? യഹൂദന്മാരെ ബാബിലോൺ ദേശത്ത് നിന്ന് മുഴുവനായിട്ട് ഉന്മൂലനം ചെയ്യാൻ, അതായത് മുഴുവനായിട്ട് നശിപ്പിച്ചു കളയുവാനുള്ള ഒരു വംശഹത്യാ പദ്ധതിയായിരുന്നു ആ ഒരൊറ്റ കൽപ്പനയിലൂടെ ജനങ്ങൾക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെയാണ് ശൂഷനിൽ വലിയ കലക്കമുണ്ടായി എന്നുള്ളത് പറയുന്നത്. The royal decree led to a great confusion in Susa. It was because the plan revealed a well-organized scheme to exterminate the Jews from the kingdom, essentially a genocide or pogrom. അതായത് ഒരു വംശഹത്യയിലൂടെ ആ സാമ്രാജ്യത്തിലുള്ള സകല യഹൂദരെയും നശിപ്പിച്ചു കളയുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ ഒരു പദ്ധതിയാണ് അന്ന് അനാവരണം ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ശൂഷനിൽ വലിയ ഒരു കലക്കം ഉണ്ടായത്. ഇനി the dangers of pride explain. അഹങ്കാരത്തിന്റെ അപകടങ്ങൾ ഹാമാന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ആക്ച്വലി അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എത്രമാത്രം പോയിന്റ്സ് എടുത്ത് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിത് പഠിച്ചപ്പോ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തെ 4 പോയിന്റ് എന്ത് ചെയ്യണം? ഹാമാൻ എന്ത് ചെയ്തു, എന്തായിരുന്നു ഹാമാന്റെ അഹങ്കാരം എടുത്ത് കാണിക്കുന്നതായിട്ടുള്ള സംഭവങ്ങൾ.
അതുകൊണ്ട് ഹാമാൻ എന്ത് പറ്റി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ എഴുതണം. എങ്ങനെ എഴുതേണ്ടത്? എന്തൊക്കെയായിരുന്നു ഹാമാന്റെ അഹങ്കാരം എടുത്തു കാണിച്ച പ്രവൃത്തികൾ? ഒന്ന്, ഹാമാന് ലഭിച്ച സ്ഥാനക്കയറ്റവും അംഗീകാരവും അവനെ അഹങ്കാരിയാക്കി തീർത്തു. ഹാമാൻസ് പ്രൊമോഷൻ ആൻഡ് റെക്കഗ്നീഷൻ മെയ്ഡ് ഹിം പ്രൗഡ്. രണ്ടാമത്തെ പോയിന്റ്, ഹാമാന് ലഭിച്ച ആദരവ് അത് അവന്റെ പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയുന്നതിന് പകരം അത് അഹന്തയ്ക്കും സ്വന്തം കാര്യലാഭത്തിനും സ്വകാര്യ ലക്ഷ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചു. Instead of recognizing the honor he received as something due to the position he held, he used it for self-aggrandizement, personal gain and for fulfilling selfish ambitions. അപ്പം ആദ്യത്തേത് ലഭിച്ച പദവിയും പൊസിഷനും അംഗീകാരവും ഒക്കെ അവനെ അഹങ്കാരിയാക്കി. രണ്ട്, ഈ കിട്ടുന്ന ആദരവെല്ലാം അവന്റെ സ്ഥാനത്തിന് കിട്ടുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതിന് പകരം അവന്റെ സ്വകാര്യ ലക്ഷ്യങ്ങൾക്കും സ്വന്തം കാര്യലാഭത്തിനും വേണ്ടിയിട്ട് അവന്റെ പദവി ഉപയോഗിച്ചു. മൂന്ന്, തന്നെ ബഹുമാനിക്കാതിരുന്ന മൊർദെഖായിയോടുള്ള ശത്രുത്വം ഹാമാൻ യഹൂദ ജനതയ്ക്ക് മുഴുവൻ എതിരായിട്ടുള്ള ശത്രുത്വമായിട്ട് അവൻ പരിഗണിച്ചു. അതായത് ഒരാള് തന്നെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ജാതിയെ മുഴുവൻ നശിപ്പിക്കുവാനുള്ള തലത്തിൽ ആ ജാതിയോടുള്ള ശത്രുതയായിട്ട് അവൻ കണക്കാക്കി. The hatred that Haman had toward Mordecai for not honoring him was extended to the entire Jewish community. നാലാമതായിട്ട് തന്റെ ഗൂഢ ഉദ്ദേശം നടപ്പിലാക്കുന്നതിനായി രാജാവിന് ഭീമമായ ധനം വാഗ്ദാനം ചെയ്തു. He offered king an enormous sum of money. അപ്പൊ ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഹാമാന്റെ അഹങ്കാരം എടുത്തു കാട്ടുന്നതായിട്ടുള്ള സംഭവങ്ങൾ. അപ്പൊ ഹാമാൻ is becoming an example to all leaders for showing the dangers of ethnic hatred, abuse of power and arrogance. ജാതിവരിയും അധികാര ദുരുപയോഗവും അഹംഭാവവും ഒക്കെയുള്ള നേതാക്കൾക്കായുള്ള ഒരു പാഠമായിട്ട് ഹാമാൻ മാറുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ഹാമാന്റെ അഹങ്കാരത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അടുത്ത 3 പോയിന്റ്സ് എഴുതേണ്ടത്. എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ എഴുതേണ്ടത്. എന്താണ്? ഒന്ന്, ആഗ്രഹിച്ച വിധിയായിരുന്നു യഹൂദരെ നശിപ്പിക്കുവാനുള്ള വിധി, അല്ലെ? അങ്ങനെ ഹാമാൻ ആഗ്രഹിച്ച വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്തത്? നറുക്കിട്ട് നോക്കി, ചീട്ടിട്ട് നോക്കി. അന്നേരം നാളെയോ മറ്റന്നാളോ നടക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കുവാൻ വേണ്ടിയിട്ട് 1-ാം മാസത്തിലാണ് ഇവര് ചീട്ടിട്ട് നോക്കുന്നത്. 12-ാം മാസം, അതായത് ആദാർ മാസം 13-ാം തീയതി, അതായത് ഇപ്പം ഇരുന്ന് 11 മാസത്തെ സാവകാശം യഹൂദർക്ക് അവിടെ തന്നെ ലഭിച്ചു. 2, ഇത്ര കാര്യമായിട്ട് അത് എല്ലാം പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് നടത്തി. അതിനുള്ള എഴുത്തുകൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഭാഷയിൽ അയച്ചു. ഇങ്ങനെയെല്ലാം വളരെ കൃത്യതയോടെ പ്ലാൻ ചെയ്തിട്ട് പോലും തന്റെ പദ്ധതി നടപ്പാക്കുവാൻ വേണ്ടിയിട്ട് ഹാമാന് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയാണ് അഹങ്കാരത്തോടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പം അതിന്റെ അവസാനം ഒന്നും സംഭവിക്കാതെ പോകുന്ന ഒരു അവസ്ഥ എന്നുള്ളതാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. ഈ പോയിന്റ്സ് അത്രയും തന്നെ എഴുതിയാൽ മതിയായിരിക്കും. Despite all this careful planning, Haman was not able to fulfill his evil purpose എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് അതിന്റെ പോയിന്റ്സ് ആയിട്ട് എഴുതുന്നത്. ഇനിയും what will ultimately lead to destruction? എന്താണ് ആത്യന്തികമായിട്ട് നാശത്തിലേക്ക് നയിക്കുന്നത്? അഹങ്കാരത്തിന്റെ അപകടങ്ങൾ നമ്മളിടത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? പദവിയിൽ ഉണ്ടാകുന്ന ഉന്നതി മൂലം ലഭിച്ച ആദരവ് പദവിക്കുള്ള അംഗീകാരം എന്ന് തിരിച്ചറിയുന്നതിന് പകരം അഹന്തയ്ക്കും സ്വന്തം കാര്യലാഭത്തിനും സ്വകാര്യ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമായിട്ട് വിനിയോഗിക്കപ്പെട്ടാൽ അത് ആത്യന്തിക നാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് ഹാമാന്റെ ജീവിതത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Instead of recognizing the honor he received as something due to the position he held, he used it for self-aggrandizement, personal gain and for fulfilling selfish ambitions. When authority and honor are misused in this way, it ultimately leads to destruction. Authority and honor, അതായത് പദവിയും അംഗീകാരവും ഇത് രണ്ടും മോശമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ആത്യന്തികമായിട്ട് നാശമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. 2 പോയിന്റുകളാണ്. എന്തൊക്കെയാണ്? പദവിയും അംഗീകാരവും. അത് സെൽഫിഷ് ആയിട്ട് ഉപയോഗിക്കരുത് എന്നാണ്. ഇനി the story of Haman becomes a lesson to all leaders about the dangers of dash dash and dash. ഹാമാന്റെ കഥ എല്ലാ നേതാക്കൾക്കും ഡാഷ് 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 എന്നിവയുടെ അപകടങ്ങളെ കുറിച്ച് ഒരു പാഠമായി മാറുന്നു. ഇത് വേണമെങ്കിൽ 3 മാർക്കിന് 3 പോയിന്റുകളായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ്? ജാതിവെറി, അധികാര ദുരുപയോഗം, അഹംഭാവം എന്നതാണ്. എത്നിക് ഹേറ്റ്രഡ്, അബ്യൂസ് ഓഫ് പവർ ആൻഡ് അരഗൻസ്. ഇത് എല്ലാ നേതാക്കൾക്കും ഹാമാന്റെ ജീവിതം ഒരു പാഠമായിട്ട് മാറുകയാണ്. എന്തൊക്കെയാണ്? ജാതിവെറി,
അതുപോലെ അധികാര ദുരുപയോഗം, അഹംഭാവം, എത്നിക് ഹേറ്റ്രഡ്, അബ്യൂസ് ഓഫ് പവർ ആൻഡ് അരഗൻസ്. അത് ഓർത്തിരുന്ന് പഠിക്കണം. ഇനി a participant of king's banquet, one who brought royal favor with money. Whom is this referring to? രാജാവിന്റെ വിരുന്നിൽ പങ്കാളി, രാജപ്രീതി വിലയ്ക്ക് വാങ്ങിയവൻ. ഇതൊക്കെ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ഹാമാനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വാട്ട് ഡിഡ് ഹാമാൻ ഫോർഗെറ്റ്? ഹാമാൻ എന്താണ് മറന്നുപോയത്? ആ ലൈനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. രാജാവിന്റെ വിരുന്നിലെ പങ്കാളി, രാജപ്രീതി വിലയ്ക്ക് വാങ്ങി സ്വാർത്ഥ ലക്ഷ്യം നടത്തുവാൻ ഇരിക്കവൻ, ഇസ്രായേലിന്റെ രക്ഷിതാവ് ഉറങ്ങാത്തവനാണ്. സങ്കീർത്തനം 121:4 എന്ന സത്യം അവൻ മറന്നുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. Haman, a participant in the king's banquet, one who bought royal favor with money to try to fulfill his selfish aims, forgot the truth that the protector of Israel never sleeps. Psalms 121:4. ഈ കാര്യമാണ് ഹാമാൻ മറന്നുപോയി എന്നവിടെ എഴുതിയിരിക്കുന്നത്. ഇനി what was Haman's delusion when he offered money to king? രാജാവിന് പണം വാഗ്ദാനം ചെയ്തപ്പോൾ ഹാമാന്റെ വ്യാമോഹം എന്തായിരുന്നു ഹാമാന്റെ വ്യാമോഹം? രാജകൽപ്പനയാൽ കീഴടക്കുന്ന യഹൂദരുടെ ധനം മുഴുവൻ പിടിച്ചടക്കാം എന്നൊരു വ്യാമോഹം ഹാമാന് ഉണ്ടായിരിക്കാം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. He was deluded by the idea that he could seize all the wealth of the Jews conquered through the king's decree. രാജാവിന്റെ ഉത്തരവ് എന്ന് പറയുന്നത് എന്തായിരുന്നു? യഹൂദരെ മുഴുവൻ ഇന്ന ദിവസം ഉന്മൂലനം ചെയ്ത് അവരെ മുഴുവൻ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകളയുകയും അവരുടേതായിട്ടുള്ളതെല്ലാം കൊള്ളയടിക്കുകയും ചെയ്യാം എന്നുള്ള ഒരു ഉത്തരവായിരുന്നു. അങ്ങനെ പിടിച്ചടക്കുന്നതായിട്ടുള്ള ധനമെല്ലാം കൈക്കലാക്കാം എന്നുള്ള ഒരു വ്യാമോഹവും കൂടി ഹാമാൻ ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇനി the widespread disturbance in the city of Susa ultimately leads to the redemption of Jews. Explain. ശൂഷൻ നഗരത്തിൽ ഉണ്ടായ കലക്കം ആധുനികമായ യഹൂദന്മാരുടെ വീണ്ടെടുപ്പിലേക്ക് നയിച്ചു. വിശദീകരിക്കുക. നമ്മുടെ അവസാനത്തെ പോയിന്റ് ആണ്. എന്തൊക്കെയാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്? നമ്മളത് 3 പോയിന്റ് ആയിട്ടാണ് പറഞ്ഞത്. എന്താണ് ഹാമാൻ ചെയ്തത്? എന്താണ് യഹൂദ ജനം ചെയ്തത്? അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് സംഭവിച്ചു? ഒന്ന്, ഹാമാൻ ചെയ്തത് എന്താണ്? തന്റെ സ്വന്തം ബുദ്ധിയുടെ അല്ലെങ്കിൽ ഗൂഢതന്ത്രങ്ങളൊക്കെ മെനഞ്ഞുകൊണ്ട് സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം അഹങ്കാരത്തോടെ എന്ത് ചെയ്തു? യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിച്ചു കളയുവാൻ തീരുമാനിച്ചു. എന്നാൽ യഹൂദ ജനം എന്ത് ചെയ്തു? മരണഭീതിയിൽ പോലും സ്വന്തം ഇടുക്കിലും ബുദ്ധിയിലും ആശ്രയിക്കാതെ അവർ രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു. All the Jews wore sackcloth and sat in ashes എന്നാണ് പറയുന്നത്. അങ്ങനെ അവർക്ക് കിടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഒന്ന്, അവരുടെ മേൽ കൽപ്പിക്കപ്പെട്ടിരുന്ന രാജവിധി പൂർണ്ണമായി മാറിപ്പോയി. The royal decree that has been placed against them was completely reversed. 2, Haman and his sons were hanged. ശത്രുവായ ഹാമാനും അവന്റെ മക്കളും കഴുമരത്തിൽ തൂക്കിലേറ്റപ്പെട്ടു. 3, യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിലെല്ലാം വീണതുകൊണ്ട് തന്നെ പലരും യഹൂദന്മാരായി തീർന്നു. The Gentiles who lived in the land came to fear the Jews and many of them converted to Judaism. ദൈവം നിശബ്ദനായിരുന്നാലും അവൻ തന്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന സത്യം ഇവരുടെ ജനമെല്ലാം മനസ്സിലാക്കി. അങ്ങനെ ഹാമാന്റെ തിന്മയുടെ അനന്തര ഫലം പോലും ദൈവം അത് നന്മയാക്കി തീർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇനിയും അത് തന്നെ, even though God seems silent, he does not abandon his people. Explain in the context of Esther. ദൈവം നിശബ്ദനായിരുന്നാലും അവൻ തന്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ളത് എസ്തേറിന്റെ പശ്ചാത്തലത്തിൽ വിശദീകരിക്കുക. ദൈവത്തെ പറ്റി ഇവിടെ ഒരു വാക്കുപോലും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നില്ല എങ്കിൽ പോലും ദൈവത്തിന്റെ ഒരു വലിയ കൃപയും കരുണയും കാവലും നമുക്ക് പ്രത്യേകമായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എസ്തേറിന്റെ കാലഘട്ടത്തിലും ദൈവജനത്തിനെതിരെ വലിയ ഒരു പ്രതിസന്ധി വരുമ്പോൾ ദൈവം അവിടെ തന്റെ ജനത്തെ ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് രട്ടുടുത്ത് വെണ്ണീറിലായിരുന്ന ആ ജനത്തെ ദൈവം കരുണയോടെ അവരെ സൂക്ഷിച്ചു എന്നുള്ളത് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കും. അതും ഈ പോയിന്റ്സ് തന്നെ എഴുതിയാൽ മതി. ഇനിയും അത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് എസ്സേ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. Which are the key lessons from Esther chapter 3? എസ്തേർ 3-ാം അധ്യായം നമുക്ക് നൽകുന്ന പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണ്? 1, അഹങ്കാരത്തിന്റെ അപകടങ്ങൾ, the dangers of pride. 2, Haman devises evil strategies to gain royal favor. രാജപ്രീതിക്കായി ഗൂഢതന്ത്രങ്ങൾ മെനയുന്ന ഹാമാൻ, അങ്ങനെ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നവന്റെ അവസാനം എന്താണ്?
നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുൻപേ ഉന്നത ഭാവം എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഗൂഢതന്ത്രങ്ങൾ മെനയുന്നവൻ വളരെ വിശേഷപ്പെട്ട 50 മുഴം നീളമുള്ള കഴിവാരത്തിൽ തൂക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ ഭാഗം ശൂഷൻ പട്ടണത്തിലുണ്ടായ കലക്കം ആത്യന്തികമായി യഹൂദരുടെ വിമോചനത്തിന് കാരണമാകുന്നു. The widespread disturbance in the city of Susa ultimately leads to the redemption of Jews. അതായത് അങ്ങനെ ഒരു വലിയ കലക്കത്തിലാണ്. അതായത് ഈ 3 പോയിന്റ്സ് ഇങ്ങനെ ഓർക്കണം. അതായത് ഈ ചാപ്റ്ററിന്റെ അതേ ഒരു ഇത് തന്നെയാണ്, യാത്ര തന്നെയാണ് നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നത്. ആദ്യ ഭാഗത്ത് ഹാമാന്റെ അഹങ്കാരത്തെ പറ്റിയാണ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം രാജപ്രീതി അല്ലെങ്കിൽ രാജാവിനെയും കൂടെ ഇതിലേക്ക് വലിച്ചഴക്കുന്ന തരത്തിലുള്ള ഹാമാനെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഭാഗം ശൂചനുണ്ടായ കലക്കം എന്നതാണ്. ഇത് ദൈവം അതിനെ നന്മയ്ക്കായിട്ട് തിരിച്ചു എന്നുള്ളത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അപ്പം ആ രീതിയിൽ തന്നെ കഥയുടെ രീതിക്ക് തന്നെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പൊ ഇത്രയൊക്കെ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഈ ചാപ്റ്ററിന്റെ പ്രധാന ഭാഗങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇതിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും വൺ വേർഡും ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ. അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ. കേട്ടിരുന്ന എല്ലാവർക്കും ഇപ്പൊ 8ാമത്തെ അധ്യായം പരിചിതമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി ബാക്കി അടുത്ത ചാപ്റ്റർ നോക്കിക്കൊണ്ട് നമുക്ക് കാണാം. കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ദൈവം നമ്മളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.